അവൾ അരച്ചു വെച്ച മാവേ ഞാനെടുത്ത് ദോശ ചുട്ടു, അതവക്ക് പിടിച്ചില്ല. ഓ അത്രേ ഉള്ളോ? ഇതൊക്കെ ഒരു പ്രശ്നമാക്കാനുണ്ടോ മോളെ? ഒരു കുടുംബം ആകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമല്ലേ? സാരമില്ല മോളെ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് ആട്ടി വെച്ച മാവാ അമ്മേ ചേച്ചി എടുത്തത്. അല്ലെങ്കിൽ അവൾ അങ്ങനെ മോളെ, ഈ വീട്ടിൽ കഷ്ടപ്പെടാൻ അത്ര, നീ സൂഹിക്കാൻ അത്രയാവും. ഒന്നും വിട്ടുകൊടുക്കരുത്. ഞാൻ അടുക്കളയിൽ വാങ്ങിച്ചു വെച്ച ആപ്പിൾ നീ എടുത്തായിരുന്നോന്ന്. ചേച്ചി എന്താ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ? നാണോ ഇല്ലേ? നോണെങ്കത്ത് നിനക്കടി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മോളെ, ആപ്പിൾ എടുക്കില്ലെന്ന്. അതങ്ങനെ ആരെങ്കിലും പറഞ്ഞ അവള് കേൾക്കൂ? അയ്യോ എന്റെ മോനെ, അയ്യോ ഏട്ടാ, നമ്മുടെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മയ്ക്കിപ്പം കുറവുണ്ട്. ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഞാൻ എന്തായാലേ അമ്മയൊന്ന് കാണട്ടെ. അമ്മ ശ്രീകുട്ടന്റെ റൂമിലുണ്ട്. ശ്രീകുട്ടൻ ഇന്നലെ അങ്ങ് പോയല്ലേ അളിയാ? ഇന്നലെ വരണമെന്ന് വിചാരിച്ച, പക്ഷെ ലീവ് കിട്ടിയില്ല. അതൊന്നും കുഴപ്പമില്ലല്ലേ, അവന് പെട്ടെന്ന് ഒരു വിസ കിട്ടിയത്. ഇപ്പൊ കയറിയില്ലെങ്കിലേ ജോലി കിട്ടാൻ പാടാ. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഇരുന്നിട്ടും അവനെ വിട്ടത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കിന്നാനം പറഞ്ഞോണ്ടിരിക്കാതെ ഇങ്ങോട്ട് വന്നാണ്. എന്നാല് എങ്ങനെ നടന്നിരുന്ന അമ്മയാ. ഓ, ഇപ്പൊ ഒന്നിനും പറ്റാതെ കിടക്കുന്ന കിടപ്പ് കണ്ടാ കട്ടില് ആലോചിക്കുമ്പോ തന്നെ സങ്കടം വരുന്നു. നിനക്ക് എന്തിന്റെ സൂക്കേടടി? ഒരാൾ വയ്യാതെ കിടക്കുമ്പോ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം എന്ത് വർത്താനമാണ് നീ പറയുന്നേ? മോനെ, നീ എന്താ നിക്കുന്നത്? ഇരിക്ക്. ഇല്ല മേ, ഞാൻ ഇവിടെ നിന്നോളാം. നീ ഇന്ന് തന്നെ പോവോ അതോ കുറച്ചു ദിവസം കാണുമോ? ഷോ, അമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ സമാധാനത്തോടെ അവിടെ നിൽക്കും? അപ്പൊ രണ്ടുപേരും ഇവിടെ കാണുമല്ലേ കുറച്ചു ദിവസം? അയ്യോ ഇല്ലമ്മേ, ഞാൻ ഇന്ന് തന്നെ പോകും. എനിക്ക് മീറ്റിങ്ങിന്റെ ആവശ്യമായിട്ട് കൊച്ചി വരെ പോകണം. എന്തായാലും ഇവളിവിടെ കാണും. എന്തായാലും ഈ സമയത്ത് നീ ഇങ്ങോട്ട് വന്നത് എനിക്കൊരു ആശ്വാസമായി. ഞാനിങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അവളുമാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ അവളുമാരിപ്പോ വിലസണ്ട. അതിനല്ല അമ്മേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മ വിഷമിക്കണ്ട, അവളുമാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവിടെ എന്തിനാണോ ഈശ്വര ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇന്ന് എന്നെ പോയാ മതിയായിരുന്നു നാശം. അതെ, ഇവിടെ നിന്ന് തിരിഞ്ഞു കളിക്കാതെ പോയി അമ്മയുടെ തുണി കഴുകാനിട്. ആഹാ, ചേച്ചി എല്ലാം കഴിയിട്ടാ മതി. ഹലോ, ഇന്ന് ഞാനല്ലേ കുക്ക് ചെയ്യുന്നത്, അപ്പൊ നീ തന്നെ തുണി കഴുകിയാ മതി. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ പണിയെടുക്കാതെ കാര്യം പറഞ്ഞോണ്ട് നിക്ക. അല്ല, നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാണോ? ദേ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കാണ്ട് നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഓ, അല്ലേ തന്നെ നിങ്ങളുടെ കാര്യം അന്വേഷിച്ച് ആര് വരുന്നു? പിന്നെ ഇന്ന് മുതൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാം. മരുന്നൊക്കെ ഇങ്ങ് എടുത്തു തന്നേരെ. ഇത്രയും നാൾ ഞങ്ങൾ തന്നെയല്ലേ കൊടുത്തോണ്ടിരുന്നത്, ഇനി അങ്ങോട്ട് ഞങ്ങൾ തന്നെ കൊടുത്തോളാം. മരുന്നേ എടുത്തു തരാം. അമ്മയെ നോക്കാനല്ലേ വന്നേ? മരുന്ന് കൊടുത്തിട്ട് അമ്മ തുണിയൊക്കെ ഒന്ന് കഴുകിട്ടേക്കണേ. ഞാനേ വീട്ടു ജോലിക്ക് വന്നേ അല്ല, അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ദേ, നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ടാന്ന്. നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. മരുന്നൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. ആഹാ, അത്രക്കായോ? കാണിച്ചു തരാം നിനക്കൊക്കെ. അത് നീ എന്താന്ന് വെച്ചാ കാണിക്ക്. അതല്ലേ ചേച്ചി, നിന്നോടും കൂടിയാ പറഞ്ഞത്, പോയി തുണി കഴുകാനിട്. എന്റെ പട്ടി കഴുകും. അതെ, നീ അത് ആരെയാന്ന് വെച്ചാ കൊണ്ടുപോയി കഴിക്ക്. ഞാൻ കഴിവെന്ന് എന്റെ പൊന്നുമോള് വിചാരിക്കേ വേണ്ട. ഞാനും ചെയ്യില്ല. നീ എന്താടി ഇവിടെ നിൽക്കുന്നേ? ഞാൻ ചേട്ടനെ കാണാനായിട്ട് നിന്നെയാ. എന്തിന്? അവരുടെ ചേച്ചി എടുത്ത് അമ്മയുടെ മരുന്ന് എടുത്തു തരാൻ പറഞ്ഞപ്പോ എന്നോട് പറയാ, അതൊക്കെ തോന്നുമ്പോ കൊടുത്തോളാം, നീ അതിലൊന്നും ഇടപെടണ്ടാന്ന്. എന്നിട്ട് പറയാ ഇവിടുത്തെ ജോലി മൊത്തം ഞാൻ ചെയ്യണോന്ന്. അമ്മയെ നോക്കാൻ വന്നോണ്ട് അമ്മയുടെ തുണിയെല്ലാം ഞാൻ കഴുകണമെന്നാ പറയുന്നേ. ഞാനിങ്ങോട്ട് വന്നേല്ലേ ഉള്ളൂ ഏട്ടാ, അതിനു വേണ്ടി എല്ലാ ജോലിയും എന്നെ ഏൽപ്പിക്കുക. ഓ, നീ കിടന്ന് മോങ്ങാതെ, ഞാൻ അവളുടെ അടുത്ത് ചോദിക്കാം. പിന്നെ നീ തുണിയൊന്നും കഴുകാൻ നിൽക്കണ്ട. നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, പോയി ഫ്രഷ് ആവാൻ നോക്ക്. അല്ല ഏട്ട എങ്ങോട്ടേലും പോകാൻ പോവാണോ? എനിക്ക് പുറത്തു വരെ ഒന്ന് പോണം, ഒരാളെ കാണാനുണ്ട്. അളിയ എവിടെ? ഏട്ടനെ എറണാകുളത്ത് പോകണമായിരുന്നു, അതുകൊണ്ട് അപ്പം തന്നെ ഇറങ്ങി. ചേട്ടനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. ശരി, ഞാൻ പോയിട്ട് വരാം.
ഒന്നും പറയണ്ട, രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അമ്മയെ നോക്കാന്നും പറഞ്ഞ് വന്നേക്കുവാ. അപർണ, ഓ, ഞാൻ വിളിക്കാമോ? എന്താ മനോജേട്ടാ? നീ മാളുവിനോട് അമ്മയുടെ തുണി അലക്കി ഇടാൻ പറഞ്ഞ? ഞാൻ അരുണയോടാ പറഞ്ഞത്, മാളവികയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓ, അപ്പോഴേക്കും അവള് വന്നത് മനോജേട്ടനോട് പറഞ്ഞല്ലേ? എടി, അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ തമ്മിലടിക്കുന്നത്. ഞാൻ അവളോട് വഴക്കിനൊന്നും പോയില്ല. മാളവിക ഇങ്ങോട്ടാ വന്നത്. മതി മതി, രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ അമ്മയുടെ തുണി കഴുകിടാൻ നോക്ക്. മനോജേട്ടാ, നീ ഒന്നും പറയണ്ട, ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും ആ തുണി കഴുകിയിട്ടേക്കണം. അമ്മയ്ക്ക് ഞാൻ ഗുളിക കൊടുത്തോളാന്നല്ലേ പറഞ്ഞത്? എന്താ മാളു ഇത്? അവളും എന്റെ മോൾ തന്നെയല്ലേ? ഓ പിന്നെ, ഇതൊക്കെ അഭിനയോ? അതെ അരുണ, എനിക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടുവാ. നിനക്ക് ഓംലെറ്റ് വേണമെങ്കിലേ നീ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. അമ്മേ, കണ്ട പറയുന്നേ. മോളെ, ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്ക്. അവള് യാത്ര ചെയ്ത് വന്നല്ലേ, ക്ഷീണം ഉണ്ടാവും. എന്റെ അമ്മ എവക്ക് യാതൊരു ക്ഷീണവും ഇല്ല. അമ്മ ഒന്നും മിണ്ടായിരുന്നേ. എന്നാ പിന്നെ നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട വേണ്ട, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. എന്നാ പിന്നെ പോയി ഉണ്ടാക്കിക്കൊണ്ട് വാ. അതെന്തായാലും നന്നായി അമ്മ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോയേനെ. പിന്നല്ലാതെ, എന്റെ മോൾ ഒരു കാര്യം പറഞ്ഞിട്ട് അവക്ക് ചെയ്യാൻ വയ്യേ? അതൊന്നും ഈ വീട്ടിൽ നടക്കത്തില്ല. അമ്മ ആദ്യം അവളെ സപ്പോർട്ട് ചെയ്യുന്നപ്പോ ഞാനൊന്ന് പേടിച്ച്. എടി, അതൊക്കെ ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ കാണിക്കുന്ന അഭിനയമല്ലേ? അവളിവിടെ ഉണ്ടായിരുന്നപ്പോഴേ എനിക്കൊരു സമാധാനവും തന്നിട്ടില്ല. കെട്ടിപ്പോയപ്പോ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചതാ, പിന്നെ വന്നേക്കുന്നു ശല്യം. ചേച്ചി, ഞാൻ സഹായിക്കണോ? വരണേ, പോയേ. അല്ലെങ്കിൽ ആ മാരണത്തിനെ കൊണ്ട് ഞാൻ പൊറുതെ മുട്ടിയിരിക്കുക. അതിനിടെ കൂടെ നീ കളിക്കാൻ നിൽക്കല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഈ സമയത്ത് നമ്മൾ രണ്ടുപേരും കൂടെ വഴക്കൂടിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മളെ രണ്ടുപേരെ പ്രധാന ശത്രു ആ മാളവികയാ. അപ്പൊ നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ. ചേച്ചിക്കറിയോ, സത്യം പറഞ്ഞ അമ്മ നമ്മളെ രണ്ടുപേരെ തമ്മിലടിപ്പിക്കാനാ നോക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നമ്മുടെ മുന്നിൽ നിന്ന് അഭിനയിക്കും. നീ എന്തൊക്കെ ഈ പറയുന്നേ? സത്യോ ചേച്ചി, അമ്മയും മാളവികയും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നമുക്കിട്ട് പണി തരാനാ അവൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ചേച്ചിക്ക് ഇനിയും വിശ്വാസം വരുന്നില്ലേ? ചേച്ചി ഇവിടെ വാങ്ങിക്കൊണ്ടുവയ്ക്കുന്ന എല്ലാ സാധനങ്ങളും എടുക്കുന്ന അമ്മയാ, എന്നിട്ട് അത് എന്റെ തലയെ കൊണ്ടുവയ്ക്കും. അന്ന് എന്നെ ചേച്ചി വാങ്ങി വെച്ചിരുന്ന ആപ്പിളില്ലേ, അതെടുത്തത് അമ്മയാ. ചേച്ചി എനിക്കിട്ട് വെച്ച പണിയായിരുന്നു, പക്ഷെ അതെടുത്ത് കഴിച്ചത് ശ്രീകുട്ടനായിരുന്നു. ശ്രീകുട്ടൻ പറയുമ്പോഴാ ഞാൻ ഇതൊക്കെ അറിയുന്നേ. ഓഹോ, അപ്പൊ ഞാൻ അറിയാണ്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാ നടക്കുന്നേ? അതാ പറഞ്ഞേ, നമ്മൾ ഇതൊക്കെ അറിയാൻ വൈകിപ്പോയി. സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും പണി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴാണെങ്കിൽ അമ്മയുടെ കൂടെ മാളവികയുണ്ട്. ആ, എന്നാ പിന്നെ കാണാലോ. അപ്പോ അമ്മയും മോളും കൂടി നമുക്കിട്ട് പണിയോ അല്ലേ? അപ്പൊ നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മള് ഒന്നിച്ച് നിൽക്കേണ്ട ടൈമായി. അതാ ഞാനും പറഞ്ഞേ. ഇത്തവണ ഒരുപാട് പേര് കോൺട്രാക്ടിന്റെ പിറക്കെയുണ്ട്. അതിൽ നിന്നും മനോജിന് വർക്ക് പിടിച്ചു തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ രമേശ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. പുള്ളി പറയുമ്പോൾ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും? രമേശ് ചേട്ടൻ പറഞ്ഞായിരുന്നു സാറ് വിചാരിച്ചാൽ നടക്കുമെന്ന്. സാർ എങ്ങനെയെങ്കിലും ഈ കോൺട്രാക്ട് എനിക്ക് തന്നെ തരണം. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, ശ്രമിക്കാം, മാക്സിമം ശ്രമിക്കാം. അതേ എനിക്കിപ്പോൾ പറയാൻ പറ്റും. ആ, അത് മതി സാർ, സാറ് ശ്രമിച്ചാൽ നടക്കും. ആ മാളു, സാറിനൊരു ചായ എടുക്കുമോ? ശരി ഏട്ടാ. അതെ, ഒരു ചായ വേണം. ഓ, അതിനെന്താ, ഇട്ട് തരാലോ. ചേച്ചി എന്ത് പണിയായി കാണിക്കുന്നേ? അവള് പറയുന്നതിൽ അനുസരിക്കാൻ നിൽക്കുവാണോ? നീ ഒന്ന് സമാധാനപ്പെടു വച്ചേ, ഒരു പണിയുണ്ട്.
എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ചേച്ചിക്ക് ഈ പരിപാടി മാത്രമേ അറിയാവൂ അല്ലേ? അതൊക്കെ ഇതിന്റെ ആവശ്യമുള്ളൂ. നീ കൊണ്ടു കൊടുക്ക. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു സാറേ? ഇപ്പൊ പൊതുവെ എല്ലാ ബിസിനസ്സും ഡള്ളാ. ഓ, ഈ കൊറോണയുടെ കാലഘട്ടം വന്നതിന് ശേഷം എല്ലാ ബിസിനസ്സിനും കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതെ. ചായ അരുണേ, ചായ എടുത്ത്. അയ്യോ, ഞാൻ ഇപ്പോഴാ ഓർത്തെ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല. ഞാൻ പോയി പഞ്ചാര ഇട്ടിട്ട് വരാമേ. ഓ, ഞാൻ പറയാൻ മറന്നുപോയി മോളെ, ഞാൻ ഷുഗർ അധികമായിട്ട് ഉപയോഗിക്കില്ല. അതിന് തന്നെ മോള് കൊടുക്ക്. ആ, നല്ല ചായ. നീ എന്തിനാ ചായ അയക്ക് കൊടുക്കാൻ പോയേ? പിന്നെ ചായയിൽ വിമ്മിട്ടിട്ടുണ്ടെന്ന് പറയണമായിരുന്നോ? എന്നിട്ട് അയാള് ചായ മുഴുവൻ കുടിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് കുടിച്ചു. അയ്യോ, അയാൾക്കൊന്നും പറ്റല്ലേ. എനിക്കതല്ല, അവൾ ആ ചായ കുടിച്ചില്ലല്ലോ എന്നാ ഒരു വിഷമം. ചായ ഇട്ടത് നീയാണോ പറഞ്ഞേ? ആ അതെ മനോജേട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ എന്ത് പണിയായി കാണിച്ചത്? അത് പിന്നെ പറഞ്ഞേ, നിന്നോട് ഞാൻ പറഞ്ഞതാണ് അമ്മ ഇങ്ങനെ വയ്യാതെ നടക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ചായ ഉണ്ടാക്കിയ സമയത്ത് മാളുവിനും കൂടെ കൊടുക്കാത്തെന്താ? അയാൾ ഇരുന്നുകൊണ്ട് മാത്രം അവൾ പ്രശ്നം ഉണ്ടാക്കിയില്ല. അയാൾ പോയപ്പോ അവൾ എന്നോട് പറയുന്നത് മര്യാദയ്ക്ക് മാളുവിനും കൂടെ ചായ കൊടുക്ക്. ചായ ഇട്ടത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നീ ഇപ്പൊ കൊടുക്കാലോ. ആ, ഇനി മേല ഇതാവർത്തിക്കരുത് കേട്ടല്ലോ. അതെ, ഇപ്പൊ മനസ്സിലായോ എന്റെ പവർ എന്താന്ന്? കുറച്ച് കഴിയുമ്പം മാളുന്നത് മനസ്സിലായിക്കോളും. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. എനിക്ക്